എടാ മൊത്തം പച്ചില കൊണ്ടുള്ള പരിപാടിയാണല്ലോ ഇത്. പച്ചില കൊണ്ടുള്ള പരിപാടി കണ്ടില്ലേ? ഒരു കുഞ്ഞു കിഴിക്കകത്ത് ഇതേപോലെ ഉണ്ടാവുമെങ്കിൽ അതൊരു അത്ഭുത സ്ലെറി തന്നെയാണ്. എന്തൊക്കെ സംഭവിച്ചാലും ഇവിടെ ഫുൾ പാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ? ഇവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. ഇവര് തന്നെ ചെയ്തോളൂ ഇത് കേട്ടോ. പിന്നെ അവർ മാസങ്ങളായിട്ട് ചെയ്തോണ്ടിരിക്കുന്ന ഒരാൾ പൊക്കത്തുള്ള ചീരയാണ് ഇത്. എന്താ പറയാ, ഇത് ചീരയുടെ ഒക്കെ സ്ലെറിയുടെ ഗുണമാണ്. നോക്കിയേ, ആദ്യത്തെ സ്റ്റെപ്പാണ്. ആദ്യത്തെ ആര്യവേപ്പാണ് ഇടുന്നത്. അത് 40 കിലോയാണ് നമ്മൾ ഇട്ടത്. ഓ, ഇത്രയും ക്വാണ്ടിറ്റി അല്ലേ ഇവിടെ വരുവാ? പിന്നെ ഇത്രയും വേണോടോ പൊട്ടിച്ചല്ലോ. ഞാൻ ശകലം വേപ്പിനാക്കി എടുത്തോട്ടെ. എടുത്തോ. ഇതേ ഇടുക. 15 ചാടുക കേട്ടോ. ഇതിനകത്ത് ഉപ്പിന്റെ അംശമുണ്ട്, അതാണ് പതഞ്ഞു പോകുന്നത്. വേപ്പിണ്ണാക്ക് കയറി. ഇനി നമ്മൾ കൊന്നയില ആഡ് ചെയ്യുക. അടുത്ത കൊന്നയില റെഡി. രണ്ടാമത്തെ സ്റ്റേജ് കണ്ട, അതായത് ഫോസ്ഫറസ്, മഗ്നീഷ്യം, കാൽസ്യം, അയൺ, സിങ്ക്, ബോറോൺ, pH ഇത്രയോ അധികം ഇത് യൂസ് ചെയ്യുമ്പോഴാണ്. പക്ഷെ ശരിക്കും ഉണ്ടല്ലോ, ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. ഞാനാണോ? നീ എന്താ ചെയ്യണത്? എടോ ഇത് നമ്മുടെ ആര്യവേപ്പില കുറെ എടുക്കുക കണ്ടില്ലേ? ഇതെന്തിനാ ആര്യവേപ്പില? ആര്യവേപ്പില കൊണ്ട് നമുക്കൊരു പരിപാടി ഉണ്ടോ, അതിന് വേണ്ടി എടോ ഇത് നമ്മൾ കറക്റ്റ് പച്ചയോടുകൂടി എടുക്കണം. ഇത് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കണം, ഇന്നേ ഇത് എടുക്കാവുള്ളൂ. ഓ, തലേദിവസം പറിച്ചു വെക്കാൻ ഇല്ലല്ലോ, പോയി വാടിപ്പോയി തീർന്നു. നമ്മളിപ്പോ ഏകദേശം 8-9 മാസം ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് എന്ത് റിസൾട്ടോടോ, റിസൾട്ട്. പിന്നെ ഇപ്പൊ അവര് നേരത്തെയൊക്കെ നമ്മുടെ 1/2 ലിറ്റർ മേടിച്ചോണ്ടിരുന്ന, ഇപ്പൊ ഒരു 5 ലിറ്റർ ഒക്കെ മേടിച്ചോണ്ട് പോകും. നേരെ ചട്ടിയിലോട്ട് പോവാണ്. ഓക്കെ, ഇത് മുഴുവൻ കൊന്നയിലയാണ്. ബായിക്കോ. കൊന്നയില എടാ മൊത്തം പച്ചില കൊണ്ടുള്ള പരിപാടിയാണല്ലോ ഇത്. പച്ചില കൊണ്ടുള്ള പരിപാടി കണ്ടില്ലേ? അപ്പൊ നമ്മള് പതിയനെ അങ്ങനെ നോക്കാൻ പോവാ തീർച്ചയായിട്ടും. ചേച്ചിമാരൊക്കെ എത്തില്ല. പിന്നെ അവരിപ്പോ കണ്ടോണം പരിപാടി എന്താന്ന് കണ്ടോണം. ഇത് ഫുള്ള് സാധനം നമ്മൾ എത്തിക്കണല്ലേ അവിടെ? പിന്നെ ഫുള്ളായിട്ട് നമ്മളിപ്പോ കൊണ്ടുപോകുന്ന കണ്ടില്ലേ അവര്. ഇത് ഓട്ടോമാറ്റിക്കലായിട്ട് അവർ ആഴ്ച ഈ ഒരു പരിപാടി ചെയ്യുന്ന. നമ്മളിവിടെ ലോഡ് ചെയ്യുമ്പോ തന്നെ ഇവിടുത്തെ പരിപാടി നടന്നുകൊണ്ടിരിക്കും. സംഭവം ഇവിടെ ഇത് കണ്ടില്ലേ? ഇത്ര മാത്രമേ എടുക്കത്തുള്ളൂ കണ്ടില്ലേ? അത് മറ്റേ അതിന്റെ കൊന്നയുടെ എന്ത് ചെയ്ത് കണ്ടില്ലേ? അതേ പറിച്ചോണ്ടിരിക്കുക കണ്ടില്ലേ? ഓ, ലീഫ് മാത്രം. എല്ലാം ഈ സാധനം നമ്മൾ നേരെ നോക്കണം. നമ്മൾ ചെയ്തത് കാണിച്ചു തരാം. ഓരോ സ്റ്റേജ് കാണിച്ചു തരാണ്, പെട്ടെന്ന് മനസ്സിലായി. ഇത് കണ്ടോ, ഇത് അടുത്ത സ്റ്റേജ്. ഇത് കണ്ടത് മൂന്നാം ലാസ്റ്റ് സ്റ്റേജ് നമ്മൾ അരിച്ചു അതിനകത്തൊന്ന് നോക്കി കാണിച്ചു. അത് തന്നെ ഇതോടെ ഇത് അരിച്ചു വരുമ്പോ അതായത് കണ്ടില്ല. ഇതാണ് നമ്മളിപ്പോ നിറച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ കണ്ടത്. ഓക്കെ, സ്ലെറി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന്റെ സംഭവം ആയിരിക്കണം. നോക്കിയേ, ഇത് കണ്ടാ പച്ചിലിരിക്കുന്നു, അതിൽ ഏത്തപ്പഴത്തിന്റെ തൊലി, അതുപോലെ തന്നെ ഇവിടെ കുറച്ച് മറ്റ് ഇൻഗ്രീഡിയൻസും. അപ്പൊ നമുക്ക് തുടങ്ങി. എല്ലാത്തിനും ഓരോ അളവുണ്ട്. നമ്മൾ ഒന്ന് നോക്കി, ഇതിന്റെ അളവൊക്കെ കറക്റ്റ് ചോദിക്കണം. ആദ്യത്തെ സ്റ്റെപ്പാണ്. ആദ്യത്തെ ആര്യവേപ്പാണ് ഇടുന്നത്. അത് 40 കിലോയാണ് നമ്മൾ ഇട്ടത്. ഇനി നമ്മൾ കൊന്നയില ആഡ് ചെയ്യുക. അടുത്ത കൊന്നയില റെഡി. ഇതെല്ലാം നമ്മൾ തൂക്കി വെച്ച് കേട്ടോ. ഇത് വിടുക, നോക്കണം. കൊന്നയില ഇട്ടു. അപ്പൊ അത് ഇത്ര ആയിട്ട് കിട്ടും. ഇനി നമ്മള് ഒരു പട എല്ലുപൊടിയാണ് ഇടുന്നത്. ഓ, ഇത്രയും ക്വാണ്ടിറ്റി എല്ലുപൊടി കയറുക? പിന്നെ ഇത്രയും വേണോടോ. ഇതെന്താ നിങ്ങളെ പറയുന്നത്? കണ്ണുനീര് കണക്കത്തെ വെള്ളം കണ്ടോ? ഇങ്ങനത്തെ വേണം ഒഴിക്കാനായിട്ട്. ഇപ്പൊ നമ്മുടെ വെള്ളം വാങ്ങിച്ചാണ് ഒഴിക്കുന്നത്, വിലക്ക് മേടിച്ചോ? ഇതൊക്കെ കണക്കുണ്ടോ? ഇത് ചുമ്മാ ഇട്ട് തട്ടുന്നതല്ല. ഇതുണ്ടോ, നമുക്കൊരു കണക്കായത്. കണ്ടോ, നമ്മളത് ഇപ്പൊ ഇത് ഇട്ടെന്ന് വിചാരിച്ചു. ഞാൻ പുള്ളിയോട് പറയുന്നൊന്നുമില്ല, വെള്ളം വന്നിരിക്കും. അല്ല, പുള്ളിക്ക് അറിയാത്. ഓ, ഇതാണ് അളന്ന് വെച്ച, നേരത്തെ അളന്ന് വെച്ച സാധനം. ഇത് കണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് തട്ടിക്കൊടുക്കും എല്ലുപൊടി. ഇപ്പൊ ഇത് നമ്മൾ അങ്ങോട്ട് റെഡി ആക്കി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന എന്നാന്നറിയോ? ഇതുണ്ട്, ഈ ചണച്ചാക്ക് ഇങ്ങനെ ചണച്ചാക്ക്. ഇനി നമ്മൾ തണലത്ത് വെക്കണ്ടേ? തണലത്ത് വെക്കുക. ഒരു 2 ദിവസം കൂടുമ്പോ ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ഇളക്കി കൊടുത്ത് 50 ദിവസം കഴിഞ്ഞതാണ് ഇത് ഇരിക്കുന്ന സംഭവം. ഇതാണ് 50 ദിവസം കഴിഞ്ഞ സാധനം. ഈ സംഭവമാണ് നമ്മളിപ്പം ഊറ്റിയെടുക്കാൻ പോകുന്നത്. അല്ല, ഊറ്റിയെടുത്ത് കഴിയുമ്പോൾ ഇതിനകത്തൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഇത് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള അരിച്ച് കഴിഞ്ഞു. ഇനി നമുക്കിത് എപ്പം വേണം യൂസ് ചെയ്യാം. ഇതുണ്ടോ, അത് ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക. ഇപ്പൊ നോക്കി അതിനകത്തോട്ട് നേരെ നോക്കണം. ഇതിപ്പോ നമ്മൾ എത്ര ദിവസം കഴിഞ്ഞാണ് ഈ പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത്? ഇത് കറക്റ്റ് ആയിട്ടുള്ള 50 ദിവസം കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് ആയത്. 50 ദിവസം കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണ്. ഇതാണ് നമ്മൾ പറയുന്ന നമ്മുടെ നൈട്രജൻ. ഏറ്റവും കൂടുതൽ 12 കണ്ടന്റ് ഉള്ള അതിനകത്ത്. ഇപ്പൊ ഇത് 1/2 ലിറ്റർ ബോട്ടിൽ. നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ഇത് നോക്കി 5 ലിറ്റർ. കാര്യം 1 ലിറ്ററും 1/2 ലിറ്ററും മേടിക്കുന്നവർ ഇപ്പൊ 5 ലിറ്റർ മേടിക്കുന്നു. കാരണം അവർക്ക് നല്ല ഈൽഡ് കിട്ടുന്നുണ്ട്, റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് മേടിക്കുന്നത്. നല്ല നിറഞ്ഞുണ്ടായിരിക്കാൻ. ഈ സൈഡ് നോക്കിയേ, ഫുള്ള് ക്യാബേജൊക്കെ മുഴുപ്പ് നോക്കിയേ. ക്യാബേജ്, ഇവിടെ ഫുള്ള് പച്ചമുളക്. ഇത് കണ്ട, ഇത് നോക്കിയേ, ഇതിന് മുകളിൽ നോക്കിയാൽ മുഴുവനും നിറച്ചും. ഇതെല്ലാം സ്ലെറിയുടെ ഗുണമാണല്ലേ? ഇതെല്ലാം ഇത് ചവിട്ടിൽ ഒഴിച്ചു കൊടുത്താൽ നല്ല റിസൾട്ട് അല്ലേ? നല്ല മുറം പോലെ. കാരണം നമ്മളിത് പുകഴ്ത്തി പറയുന്നതല്ല, നമ്മൾ ഈ സാധനം ഉപയോഗിച്ചിട്ട് ഈ പ്രൊഡക്റ്റ് അടിച്ചിട്ട് എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടാം. ഇത് കണ്ടോ, ബ്രോക്കോളി ആണല്ലേ ഇത്? നിങ്ങൾ നോക്കി സാധനം നോക്കി. എന്ത് ഇലയാണല്ലേ? പിന്നെ
ഇത് മണ്ണിലല്ല കേട്ടാ, ഒരു കിഴി, ഇത് ചെറിയൊരു കിഴിയാ. ഒരു ചെറിയ കിഴിക്കകത്ത് കേട്ടോ, കിഴി പൊക്കി എടുക്കാം കേട്ടോ. കിഴിക്കകത്താണ് കേട്ടോ, കിഴിക്ക് പൊക്കി എടുക്കാം. ഇത്ര ഉണ്ടായത്. നോക്കിയാ ഇങ്ങോട്ട് നോക്കിയാ, ഒരെണ്ണത്തിലല്ല എല്ലാത്തിനും പിന്നെ രഞ്ജിത്ത് അതേപോലെ നിറച്ചുണ്ടായിരിക്കുക. നോക്കിയേ. പിന്നെ രഞ്ജിത്ത് ഒരു സംശയം ഉണ്ടോ? ഇപ്പൊ എല്ലാരും ഓർക്കും ഈ പണ്ടൊക്കെ നമ്മള് മണ്ണിൽ നിന്നൊക്കെ പറിച്ചെടുക്കത്തില്ലേ, ഒന്ന് രഞ്ജിത്ത് പിടിക്കാവോ? ഇപ്പൊ ഒരു സംശയം കാണുമായിരിക്കേ. ഇപ്പൊ അതെ കാവേജ് പൊങ്കി വരുന്ന കണ്ടോടെ. അല്ല, ഒരു കിഴിക്കാത്ത, അതും കിഴിക്കാത്താണ് കേട്ടോ. നേരെ തിരിച്ചു നോക്കാൻ കണ്ടില്ലേ. എല്ലാം ഉപയോഗിക്കുന്നത്, കലേഷ് ഉപയോഗിച്ചിരിക്കുന്നത് കലേഷ് തന്നെ വികസിപ്പിച്ചെടുത്ത ഈ സ്ലെറിയാണ്. ഇത് എങ്ങനെ യൂസ് ചെയ്യണം എന്ന് കാണിച്ചു തരാം. നമ്മളത് 500 ml ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ച് കണ്ടല്ലോ. അപ്പൊ നമ്മളൊരു കാര്യം പ്രത്യേകം ചെയ്തോണം. ഇപ്പൊ നമ്മൾ 6 ലിറ്റർ ഒഴിച്ച്. ഓക്കെ. അപ്പൊ 6 ലിറ്റർ നമ്മൾ ഒഴിക്കുമ്പോ ഇപ്പൊ 1 കണ്ടോ, 2, 3. ഇത് കറക്റ്റ് ചെയ്യാൻ അളന്ന് വെച്ചോ കൊണ്ടേ കാണിച്ചു കേട്ടോ. നമ്മൾ ചെയ്യുന്നത് ഇത് കണ്ടോ, ഇങ്ങനെ ഒന്ന് ഡൈലൂട്ട് ചെയ്യുക. ഇതിന്റെ പകുതി ഔട്ട് എടുക്കുക. അത് ഇത്ര എടുക്കാവുള്ളൂ, പകുതി. ഓക്കെ. ഇതുണ്ടോ, ഇതുണ്ടോ, ഇത് ഇത്രയേ ഉള്ളൂ. ഇതുണ്ടോ, ഇത് ഇങ്ങനെ ഒഴിച്ചു പോവാ. ഇതിപ്പോഴേ ഒരെണ്ണം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എത്ര കഴിഞ്ഞ പിന്നെ ഒഴിക്കേണ്ടി വരുന്നത്? ഇത് ഒരു 15 ദിവസം ഇത് ചെയ്യുക. ഒരു 15 ദിവസം കൂടെ ഒന്ന് ചെയ്തു നോക്കുമ്പോ പിന്നെ ഇത് മേടിക്കേണ്ട കാര്യമില്ല. എന്തിനാ മേടിക്കുന്നത്, നിറഞ്ഞിരിക്കും അല്ലേ. ചെറിയൊരു അടുക്കളത്തോട്ടം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കുമ്പോൾ ഒരു അടിപൊളി ഒരു സാധനമാണ് ഈ കലേഷ് ഉണ്ടാക്കി ഈ സ്ലെറി. അപ്പോൾ ഇതിന് വേണ്ട എന്താ ചെയ്യേണ്ടത്, താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കലേഷ് ഓൾ ഇന്ത്യ എവിടെ വേണ്ടത് അയച്ചു തരും. അപ്പോൾ വീണ്ടും അടിപൊളി വീഡിയോ വീണ്ടും കാണാം. അത്രയും ബൈ ബൈ.